Hello everyone. Today we are going to discuss about the poem Death Fugue written by the famous writer Paul Celan. പോൾ സെലൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പോയമാണ് ഡെത്ത് ഫ്യൂഗ്. ഹിറ്റ്ലറെയും അതുപോലെ തന്നെ ഹിറ്റ്ലറുടെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിനെയും ബേസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളൊരു പോയം കൂടിയാണിത്. നമുക്കറിയാം ഹിറ്റ്ലർ ആരാണെന്നും ഹിറ്റ്ലറുടെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളൊരു പോയമാണ് ഡെത്ത് ഫ്യൂഗ്. നമുക്ക് പോയറ്റിനെ കുറിച്ചും പിന്നെ ഈ പോയത്തിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസും ഡിസ്കസ് ചെയ്യാം. പോൾ സെലാൻ, എ ജർമ്മൻ ലാംഗ്വേജ് പോയറ്റ് whose original name was Paul Anschel, was born in Romania on 23 November 1920. പോൾ സെലാൻ ജർമ്മൻ ലാംഗ്വേജ് പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേരെന്താണ്? പോൾ ആൻഷൽ എന്നാണ്. ഇദ്ദേഹം 1920 നവംബർ 23 റൊമാനിയയിലാണ് ജനിച്ചത്. ഹിസ് പാരൻസ് were German speaking Jews who died in നാസി ലേബർ ക്യാമ്പ്. ഇദ്ദേഹത്തിൻ്റെ പാരൻസ് ജർമ്മൻ സംസാരിക്കുന്ന ജൂസാണ്, ജൂതന്മാരാണ്. അവർ മരണപ്പെട്ടത് എവിടെ വെച്ചാണ്? നാസി ലേബർ ക്യാമ്പിൽ വെച്ചാണ്. പോൾ സെലാൻ വാസ് ഓൾസോ അണ്ടർ നാസി ഇംപ്രിസൺമെന്റ് ഫോർ 18 months. ഹിസ് പാരൻസ് ഡെത്ത് ഇൻ ദി നാസി ക്യാമ്പ്സ് ആൻഡ് ദി എക്സ്പീരിയൻസ് ഓഫ് ഹോളോകോസ്റ്റ് ഹാവ് ഇൻസ്പയർഡ് മോസ്റ്റ് ഓഫ് സെലൻസ് പോയട്രി. അപ്പോഴെന്താണ്? പോൾ സെലാനും 18 മാസത്തോളം നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ തടവറയിൽ ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാരൻസ് അവിടെ വെച്ചാണ് മരണപ്പെടുന്നത്. അപ്പോൾ അവിടെയുള്ള നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ള ദുരിതമായിട്ടുള്ള എക്സ്പീരിയൻസും അതുപോലെ ഹോളോകോസ്റ്റുമാണ് ഇദ്ദേഹത്തിൻ്റെ പോയത്തിലെ മെയിൻ തീം. ഹോളോകോസ്റ്റ്, ലിറ്ററലി മീനിങ് സാക്രിഫൈസ് ബൈ ഫയർ, വാസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡിപ്രസിംഗ് ഈവൻറ്റ്സ് ഇൻ ദി വേൾഡ് ഹിസ്റ്ററി. ഹോളോകോസ്റ്റ് എന്ന വേർഡിന്റെ മീനിങ് എന്താ? സാക്രിഫൈസ് ബൈ ഫയർ, തീയിൽ ബലി കഴിക്കുക എന്നാണ് ഹോളോകോസ്റ്റ് എന്ന വേർഡിന്റെ മീനിങ്ങും. അപ്പോൾ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ അവസ്ഥ, ഹിറ്റ്ലറുടെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലുണ്ടായിരുന്ന അവസ്ഥ. ഓൾസോ നോൺ ആസ് ഷോ, it was the systematic, bureaucratic, state-sponsored persecution and murder of 6 million Jews by the Nazi regime and its collaborators. അപ്പോഴെന്താണ്? ഹോളോകോസ്റ്റ് എന്നത് സാക്രിഫൈസ് ബൈ ഫയർ എന്നാണ് അതിൻ്റെ മീനിങ്. ജർമ്മനിയിലുണ്ടായ ഹോളോകോസ്റ്റ് ലോക ചരിത്രത്തിലെ തന്നെ ദുരിതപൂർണമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അത് ഷോ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. Then, his first collection of poems, Sand from the Urns, was published in 1948. ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയത്തിൻ്റെ പേരാണ് സാൻഡ് ഫ്രം ദി ഏൺസ്. പബ്ലിഷ് ചെയ്തത് 1948. ഓക്കെ. ദെൻ ഹിസ് സെക്കൻഡ് കളക്ഷൻ ഓഫ് പോയംസ്, പോപ്പി ആൻഡ് മെമ്മറി, ബ്രോട്ട് ഹിം മച്ച് ക്രിട്ടിക്കൽ അറ്റൻഷൻ. ദെൻ ഇദ്ദേഹത്തിൻ്റെ സെക്കൻഡ് കളക്ഷൻ ഓഫ് പോയമാണ് പോപ്പി ആൻഡ് മെമ്മറി. അപ്പോൾ അദ്ദേഹം ഒരു പോയറ്റ് എന്ന നിലയിൽ കുറച്ചുകൂടി ഫേമസ് ആവുന്നത് ഈ പോയം കളക്ഷൻ പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ്. ഓക്കെ. ദി പോയം ഡെത്ത് ഫ്യൂഗ് വാസ് റിട്ടൺ ഇൻ 1948 ആഫ്റ്റർ പോൾ സെലാൻ എസ്കേപ്ഡ് ഫ്രം ദി നാസി ലേബർ ക്യാമ്പ്. ഈ പോയം ഡെത്ത് ഫ്യൂഗ് എന്ന ഈ പോയം 1948 എഴുതുന്നത്. അത് എഴുതാനിടയായിട്ടുള്ള സാഹചര്യം എന്താണ്? നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇദ്ദേഹം 18 മാസത്തോളം തടവറയിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നതിന് ശേഷം എഴുതിയിട്ടുള്ള ഒരു പോയമാണിത്. ഓക്കെ. ഡെത്ത് ഫ്യൂഗ് ഈസ് സെലാൻസ് വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് പോയംസ്. ഇദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പോയത്തിൽ ഒന്നാണ് ഇത് ഡെത്ത് ഫ്യൂഗ് എന്ന ഈ പോയം. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദി ഫ്യൂഗ് ഫോം. ഇത് ഏത് ഫോമിലാണ് എഴുതിയിട്ടുള്ളത്? ഫ്യൂഗ് ഫോമിലാണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. എന്താണ് ഫ്യൂഗ് ഫോം എന്ന് നമുക്ക് നോക്കാം. എ ഫ്യൂഗ് ഈസ് എ മ്യൂസിക്കൽ പീസ് which begins with a theme
and then repeats it several times. A fugue is a musical piece which begins with a theme and then repeats it several times. അപ്പോൾ എന്താണ്, ഫ്യൂഗ് എന്നത് ഒരു മ്യൂസിക്കൽ പീസാണ്. ഇത് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരുപാട് പേരെ കൊണ്ട്, ഒരുപാട് ജൂതന്മാരെ കൊണ്ട് അവിടുത്തെ മാസ്റ്റേഴ്സ് എടുപ്പിച്ചിരുന്ന ഒരു ജോലി തന്നെയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി ഒരു തീമുമായി ബന്ധപ്പെടുത്തി പാടും, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത ആള്, അങ്ങനെയുള്ള ഒരു മ്യൂസിക്കൽ ഫോമിനെയാണ് ഫ്യൂഗ് എന്ന് പറയുന്നത്. ഇത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണം, അതാണ് എന്ത്, ഫ്യൂഗ് എന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ മ്യൂസിക്കൽ പീസ്. അപ്പോൾ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജൂതന്മാരെ കൊണ്ട് നിർബന്ധിത ജോലി ചെയ്യിപ്പിക്കുന്ന സമയത്ത് മറ്റു ചിലരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത് എന്തായിരുന്നു, ഇത്തരത്തിലുള്ള സംഗീതമായിരുന്നു. അപ്പോഴെന്താണ്, ഫ്യൂഗ് എന്നത് ഒരു സംഗീതമോ അല്ലെങ്കിൽ ഒരു പ്രയോഗമോ ഉപയോഗിച്ച് ഒരു വിഷയത്തെ പറ്റി പ്രതിപാദിക്കുന്നതാണ്. ഒരാളൊന്ന് പറയുന്നു, മറ്റുള്ളവരെന്താണ് അതിനോടടുപ്പിച്ച് വേറെ കാര്യങ്ങൾ ചേർത്ത് ഒരു പാട്ട് പോലെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് എന്ത്, ഫ്യൂഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദി ടൈറ്റിൽ ഓഫ് ദി പോയം റെഫേഴ്സ് ടു ദി മ്യൂസിക് പ്ലേഡ് ബൈ ദി ജൂ ഇൻമേറ്റ്സ് while they carried out their task in the camp. അപ്പോൾ ഈ പോയത്തിന്റെ ടൈറ്റിൽ തന്നെ റെഫർ ചെയ്യുന്നത് എന്തിനാണ്, ഡെത്ത് ഫ്യൂഗ് എന്നാണ്, മരണഗാനം. അപ്പോൾ ജൂതന്മാർ അവർക്കുള്ള മരണഗാനം അവർ തന്നെ പാടി ആലപിക്കുകയാണ്. അപ്പോൾ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ള അവസ്ഥ, ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയാണ് ഇതിലൂടെ കാണിക്കുന്നത്. The poem is partly inspired by Paul Celan's experience and deals with the experience of life in Nazi concentration camps. നമ്മൾ പറഞ്ഞിരുന്നു, പോൾ സെലാനും 18 മാസത്തോളം നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവറയിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അവിടെയുള്ള എക്സ്പീരിയൻസും പിന്നെന്താ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ള എക്സ്പീരിയൻസും പോൾ സെലാന്റെ പാരൻസ് മരിക്കാൻ ഇടയായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് എഴുതിയിട്ടുള്ള ഒരു പോയം കൂടിയാണ് ഡെത്ത് ഫ്യൂഗ് എന്നത്. ഓക്കെ, ദി പോയം ഈസ് ട്രാൻസ്ലേറ്റഡ് ടു ഇംഗ്ലീഷ് ബൈ ക്രിസ്റ്റഫർ മിഡിൽട്ടൺ. ഈ പോയം ശരിക്കും എഴുതിയിട്ടുള്ളത് ജർമ്മൻ ലാംഗ്വേജിലാണ്. ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്, ക്രിസ്റ്റഫർ മിഡിൽട്ടൺ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ പോയത്തിലേക്ക് കടക്കാം. പോയത്തിന്റെ ഫസ്റ്റ് സ്റ്റാൻസയാണ് നമ്മൾ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെത്ത് ഫ്യൂഗ് ഓർ ഫ്യൂഗ് ഓഫ് ഡെത്ത്. ബ്ലാക്ക് മിൽക്ക് ഓഫ് ഡേ ബ്രേക്ക്, വി ഡ്രിങ്ക് ഇറ്റ് അറ്റ് നൈറ്റ് ഫോൾ, വി ഡ്രിങ്ക് ഇറ്റ് അറ്റ് noon in the morning, we drink it at night, we drink it and drink it. We are digging a grave in the sky, it is ample to lie there. A man in the house, he plays with the serpents, he rides. He rides when the night falls to Germany, your golden hair Margaret. He rides it and walks from the house, the stars glitter, he whistles his dogs up. He whistles his Jews out and orders a grave to be dug in the earth. He commands us, strike up for the dance. At first, we are not an important point that the speakers of the poem are a group of Jewish prisoners in a Nazi labor camp. ഈ പോയം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്, പോയത്തിലെ സ്പീക്കർ ആരാണ്, നാസി ലേബർ ക്യാമ്പിലെ പ്രിസണേഴ്സ് ആണ് ഈ പോയത്തിന്റെ സ്പീക്കേഴ്സ്. ഓക്കെ, അപ്പോൾ അവരാണ് നമ്മളോടായിട്ട് ഈ പോയം പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് ആൻസറുടെ ഡീറ്റെയിൽഡ് അനാലിസിസ് നോക്കാം. പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ബ്ലാക്ക് മിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മിൽക്ക് എപ്പോഴും വൈറ്റ് കളറാണ്, ഇവിടെ ബ്ലാക്ക് മിൽക്ക് എന്നാണ് റെഫർ ചെയ്തിട്ടുള്ളത്. അത് ഡിനോട്ട് ചെയ്യുന്നത് എന്തിനെയാണ്, നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ട്രാജിക് കണ്ടീഷനെയാണ്. അവിടെയുള്ള അവസ്ഥ അത്രയും ദുരിതപൂർണമായിരുന്നു, അതുകൊണ്ടാണ് ബ്ലാക്ക് മിൽക്ക് എന്ന് ഇവിടെ റെഫർ ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് മിൽക്ക് ഓഫ് ഡേ ബ്രേക്ക്, വി ഡ്രിങ്ക് ഇറ്റ് അറ്റ് നൈറ്റ് ഫോൾ, വി ഡ്രിങ്ക് ഇറ്റ് അറ്റ് noon
in the morning, we drink it at night, we drink it and drink it. അപ്പോൾ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഓരോ ജൂതന്മാരും ബ്ലാക്ക് മിൽക്കാണ് എല്ലാ സമയവും കഴിക്കുന്നത് എന്നാണ് പറയുന്നത്. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും എല്ലാം ബ്ലാക്ക് മിൽക്കാണ് കഴിക്കുന്നത്. ത്രൂ ദിസ് ലൈൻ, the speaker of the poem talk about drinking black milk throughout the day, which is a symbol for life in Nazi camps. ബ്ലാക്ക് മിൽക്ക് എന്നതുകൊണ്ട് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ജൂതന്മാര് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ള ജൂതന്മാരുടെ ട്രാജിക് കണ്ടീഷൻ, അവരനുഭവിക്കുന്ന വേദന, അവരുടെ ദുരിതാവസ്ഥ, ഇതെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ഈ ഒരൊറ്റ വേർഡിലൂടെ. ഓക്കെ, then we are digging a grave in the sky. It is ample to lie there. അപ്പോൾ എന്താണ്? നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജൂതന്മാരെ കൊണ്ട് ഫോഴ്സ്ഡ് ലേബർ ചെയ്യിപ്പിച്ചിരുന്നു, നിർബന്ധിത തൊഴിൽ ചെയ്യിപ്പിക്കുമായിരുന്നു. അതിലൊരു തൊഴിലായിരുന്നു എന്ത്? ഗ്രേവ് ഉണ്ടാക്കുക എന്നത്. അവർക്ക് ഓരോ ജൂതന്മാർക്ക് വേണ്ട കുഴിമാടം അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നത്. We are digging a grave in the sky. It is ample to lie there. Speaker of the poem. Speakers പറയാണ്, എന്താ പറയുന്നത്? We are digging a grave in the sky. ഞങ്ങൾ എവിടെയാണ് ഗ്രേവ് ഉണ്ടാക്കി തീർക്കുന്നത്? സ്കൈയിൽ, ആകാശത്ത്. കാരണം എന്താണ്? ഇറ്റ് ഈസ് ample to lie there. അവിടെയാണെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട്, അവർക്ക് കിടക്കാനുള്ള ഒരുപാട് സ്ഥലമുണ്ട്. അതുകൊണ്ട് അവർ ആകാശത്താണ് കുഴിമാടം ഉണ്ടാക്കുന്നത് എന്ന്. Okay. A man in the house, he plays with the serpents, he rides when the night falls to Germany, your golden hair Margaret. A man in the house, he plays with the serpents. അപ്പോൾ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഗാർഡാണ് ആ മാൻ. ദെൻ അവർ എന്തുമായിട്ട് കളിക്കുന്നു എന്നാ പറഞ്ഞത്? സെർപ്പൻസ്. സെർപ്പൻസ് ഹിയർ റെപ്രസെന്റ് സിൻ, പാപവുമായിട്ടാണ് അയാൾ കളിക്കുന്നത്. ഹി റൈറ്റ്സ്, അവൻ എഴുതാൻ തുടങ്ങുന്നു. അവൻ സ്വയം ചിന്തിക്കുന്നുണ്ട് താനൊരു റൈറ്ററാണെന്ന്. ഹി റൈറ്റ്സ് വെൻ ദി നൈറ്റ് ഫോൾസ് ടു ജർമ്മനി. ജർമ്മനിയിൽ രാത്രിയാവാൻ നേരത്ത് അവൻ എഴുതാൻ തുടങ്ങുന്നു. യുവർ ഗോൾഡൻ ഹെയർ മാർഗരറ്റ്. ആരെക്കുറിച്ചാണ് എഴുതുന്നത്? മാർഗരറ്റിനെ കുറിച്ച്. മാർഗരറ്റ് എന്ന് പറഞ്ഞാൽ ദി ഹീറോയിൻ ഓഫ് ഗോദേസ് ഫേസ്റ്റ്. ഗോദെ എന്ന ഫേമസ് റൈറ്ററുടെ ഒരു സ്റ്റോറിയാണ് ഫസ്റ്റ്. അപ്പോൾ അതിലെ ഹീറോയിനാണ് മാർഗരറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യുവർ ഗോൾഡൻ ഹെയർ മാർഗരറ്റ്. മാർഗരറ്റിന്റെ ഹെയർ അവിടെ പറയുന്നത് എന്താണ്? ഗോൾഡൻ ഹെയർ ആണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ജർമ്മൻ ഐഡന്റിറ്റിയാണ്. ഓക്കെ, ഹി റൈറ്റ്സ് ഇറ്റ് and walks from the house. The stars glitter. He whistles his dogs up. He whistles his Jews out and orders a grave to be dug in the earth. He commands us, strike up for the dance. He rides it and walks from the house. The stars glitter. He whistles his dogs up. അപ്പോൾ എന്താണ്? രാത്രിയുടെ ഇരുണ്ട യാമങ്ങളിൽ അയാൾ എഴുതാൻ തുടങ്ങുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് എണീച്ച് ആ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിന് മുന്നിലൂടെയായിട്ട് നടക്കുന്ന സമയത്ത് അവർ അവരുടെ ഡോഗ്സിനെ എണീപ്പിക്കുന്നുണ്ട്. ദെൻ ഹി വിസിൽസ് ഹിസ് ജൂസ് ഔട്ട്. അയാൾ പിന്നീട് എന്താ ചെയ്യുന്നത്? വിസിൽ ഊതുന്നുണ്ട്. വിസിൽ ഊതുന്ന സമയത്ത് ജൂതന്മാരെല്ലാവരും പുറത്തേക്ക് വരികയാണ്. ആൻഡ് ഓർഡേഴ്സ് എ ഗ്രേവ് ടു ബി ഡഗ് ഇൻ ദി എർത്ത്. എന്നിട്ട് ഓർഡർ ചെയ്യാണ്. എന്താ ഓർഡർ ചെയ്യുന്നത്? ഗ്രേവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള കുഴിമാടം അവരോട് തന്നെ തയ്യാറാക്കാൻ. അതും എവിടെ? എർത്തിൽ, ഭൂമിയിൽ. ഹി കമാൻഡ്സ് us strike up for the dance. അതുമാത്രമല്ല, ജൂതന്മാർ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവ് അവർ തന്നെ കുഴിച്ചെടുക്കുകയും വേണം. കൂടാതെ അവരോടായിട്ട് എന്താണ്? ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും കൂടി ഓർഡർ ചെയ്യാണ്. ആര്? ഈ ജയിൽ ഗാർഡ്. ഓക്കെ, ഇത്രയുമാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ വരുന്നത്. അപ്പോൾ പോയത്തിന്റെ ഫസ്റ്റ് സ്റ്റാൻസ വായിച്ച ഉടനെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏകദേശം എങ്ങനെയായിരിക്കും പോയമെന്ന്. എന്താണ് ഈ പോയത്തിന്റെ ടോൺ?
the tone of the poem is tragic and the mood is dark. Okay, ഇത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇനി സെക്കൻഡ് സ്റ്റാൻസ ഡിസ്കസ് ചെയ്യാം. ബ്ലാക്ക് മിൽക്ക് ഓഫ് ഡേ ബ്രേക്ക്, വി ഡ്രിങ്ക് യു അറ്റ് നൈറ്റ്, വി ഡ്രിങ്ക് യു ഇൻ ദി മോർണിംഗ്, അറ്റ് noon we drink you at nightfall, drink you and drink you. A man in the house, he plays with the serpents, he writes when the night falls to Germany, your golden hair Margaret, your ashen hair Shulamith, we are digging a grave in the sky, it is ample to lie there. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ വരുന്ന അതേ ലൈൻസ് തന്നെയാണ് സെക്കൻഡ് സ്റ്റാൻസയിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇതേ ലൈൻസ് പലതവണയായിട്ട് നമുക്ക് ഈ പോയത്തിൽ കാണാൻ കഴിയും. ബ്ലാക്ക് മിൽക്ക് ഓഫ് ഡേ ബ്രേക്ക്, വി ഡ്രിങ്ക് ഇറ്റ് അറ്റ് നൈറ്റ് ഫോൾ, അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ലൈൻസ്. അപ്പോൾ ഒരു പോയത്തിൽ തന്നെ ഒരേ ലൈൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പോയറ്റിക് ഡിവൈസ് ഏതാണ്? ആ പോയറ്റിക് ഡിവൈസിന് പറയുന്ന പേരാണ് റിഫ്രെയിൻ. എന്താണ്? റിഫ്രെയിൻ. ഈ പോയത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണിത്. കാരണം ഈ പോയത്തിൽ ഒരു ലൈന് തന്നെ പല തവണയായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഈ പോയറ്റിക് ഡിവൈസ് ആണ് റിഫ്രെയിൻ. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റാൻസയിൽ ലാസ്റ്റ് ലൈനിലൊരു ചേഞ്ച് ഉണ്ട്, എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതേതാണ്? യുവർ ആഷൻ ഹെയർ ഷുലാമിത്ത്, വി ആർ ഡിക്കിംഗ് എ ഗ്രേവ് ഇൻ ദി സ്കൈ, ഇറ്റ് ഈസ് ആംബിൾ ടു ലൈ ദർ. നമ്മൾ നേരത്തെ പറഞ്ഞത് മാർഗ്രറ്റ് ആയിരുന്നു, ഗോൾഡൻ ഹെയർ മാർഗ്രറ്റ്. എന്നാൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ആരെയാണ്? ആഷൻ ഹെയർ ഷുലാമിത്ത്. അവ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാരണം എന്താണ്? ഗോൾഡൻ ഹെയർ സിംബലൈസ് ചെയ്യുന്നത് ജർമ്മൻ ഐഡൻറ്റിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അടുത്തതായിട്ട് പറയുന്നത് ആരെയാണ്? ആഷൻ ഹെയർ ആണ്. ആഷൻ ഹെയർ ഷുലാമിത്ത്. അപ്പോൾ ആഷൻ ഹെയർ ഷുലാമിത്ത് ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ജൂയിഷ് ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, അത് ഈ പോയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇവിടെ ഗോൾഡൻ ഹെയർ റെപ്രസെൻ്റ് ചെയ്യുന്നത് മാർഗ്രറ്റിനെയാണ്. മാർഗ്രറ്റ് ജർമ്മൻ ഐഡൻറ്റിറ്റി. എന്നാൽ ആഷൻ ഹെയർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഷുലാമിത്തിനെയാണ്. ഷുലാമിത്ത് ഏത് ഐഡൻറ്റിറ്റിയാണ്? ജൂയിഷ് ഐഡൻറ്റിറ്റി. ഓക്കെ, ഹിയർ ഷുലാമിത്ത് ഈസ് എ സിംബൽ ഓഫ് ജൂയിഷ് വിമൻ. ഹെർ നെയിം ആൻഡ് ഹെയർ both black and burnt ashen. At the same time, Margaret represents German identity. Okay. Then, in third stanza, he shouts, stamp deeper in earth, you there and you others, you sing and you play. He grabs at the iron in his belt and swings it, and blue are his eyes. Stab deeper your spades, you there and you others, play on for the dancing. ഈ സ്റ്റാൻസയിലൂടെ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാസി ലേബർ ക്യാമ്പിലെ ജയിൽ ഗാർഡ് അവർ ഓരോ ജൂതന്മാരെ കൊണ്ടും ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിത തൊഴിൽ ചെയ്യിപ്പിക്കുമായിരുന്നു എന്ന്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു സ്റ്റാൻസയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഹി ഷൗട്ട് സ്റ്റാബ് ഡീപ്പർ ഇൻ എർത്ത്. അവൻ ഉറക്കെ അലറുകയാണ്. എന്താ പറയുന്നത്? ഭൂമിക്ക് അടിയിലേക്ക് താഴ്ത്തിയിട്ട് ഒന്നുകൂടി കുഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ജൂതന്മാരും അവർക്ക് വേണ്ട കുഴിമാടം അവർ തന്നെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒന്നും കൂടി താഴ്ത്തി വെട്ടാൻ വേണ്ടിയിട്ട് പറയണം. യു ദർ ആൻഡ് യു അതേഴ്സ്, യു സിങ് ആൻഡ് യു പ്ലേ. എന്നിട്ട് ഓരോരുത്തരോടായിട്ട് ആജ്ഞാപിക്കുകയാണ്. എന്താ പറയുന്നത്? നീ അത് ചെയ്യുക, നീ അവിടെ പാട്ട് പാടുക, നീ ഡാൻസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്. ഹി ഗ്രാബ്സ് അറ്റ് ദി അയൺ ഇൻ ഹിസ് ബെൽറ്റ് ആൻഡ് സ്വിങ്സ് ഇറ്റ് ആൻഡ് ബ്ലൂ ആർ ഹിസ് ഐസ്. അപ്പോൾ അവിടെയുള്ള ജർമ്മൻ മാസ്റ്റർ എന്താണ് ചെയ്യുന്നത്? അവൻ്റെ അരയിലെ അയൺ ബെൽറ്റ് ഊരി മുകളിലേക്ക് വീശുകയാണ് ചെയ്യുന്നത്. ആൻഡ് ബ്ലൂ ആർ ഹിസ് ഐസ്. അവൻ്റെ കണ്ണുകൾ ഏത് കളറിലായിരുന്നു കാണപ്പെട്ടിരുന്നത്? ബ്ലൂവസ്റ്റ് ഐസ് ആയിരുന്നു ആ ജർമ്മൻ മാസ്റ്ററിന്. ഓക്കെ, അപ്പോൾ അവൻ ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ജർമ്മൻ മാസ്റ്റർ
അരയിൽ നിന്ന് ബെൽറ്റൂരി വീശുന്നത് എന്തിനു വേണ്ടിയാണ്? ഏതെങ്കിലും ജൂതന്മാർ പണിയെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അരയിൽ നിന്ന് ആ അയൺ ബെൽറ്റ് ഊരിയിട്ട് മുകളിലേക്ക് വീശുന്നത്. ഓക്കെ. സ്റ്റാബ് ഡീപ്പർ യുവർ സ്പേഡ്സ്, യു ദർ ആൻഡ് യു അതേഴ്സ് പ്ലേ ഓൺ ഫോർ ദി ഡാൻസിങ്. എന്നിട്ട് പണിയെടുക്കുന്ന ജൂതന്മാരോടായിട്ട് ആര് പറയാണ്? ജർമ്മൻ മാസ്റ്റർ ഒന്നുകൂടി ആഴത്തിൽ മൺവെട്ടി ഉപയോഗിച്ചിട്ട് കുഴിക്കാൻ വേണ്ടി പറയാണ്. മറ്റു ചിലരോട് എന്താ പറയുന്നത്? ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ആജ്ഞാപിക്കുകയാണ് ജർമ്മൻ മാസ്റ്റർ. ഓക്കെ. ദെൻ ഇൻ ഫോർത്ത് സ്റ്റാൻസ, ബ്ലാക്ക് മിൽക്ക് ഓഫ് ഡേ ബ്രേക്ക്, വി ഡ്രിങ്ക് യു അറ്റ് നൈറ്റ് ഫോൾ, വി ഡ്രിങ്ക് യു അറ്റ് നൂൺ ഇൻ ദി മോർണിംഗ്സ്, we drink you at nightfall, we drink you and drink you. A man in the house, your golden hair Margaret, your ashen hair Shulamith, he plays with the serpents. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റാൻസയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതേ കാര്യം തന്നെയാണ് ഫോർത്ത് സ്റ്റാൻസയിലും പറയുന്നത്. ഓക്കെ. നമ്മൾ പറഞ്ഞു ഈ പോയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരേ ലൈൻസ് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഒരേ സ്റ്റാൻസ് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ പോയറ്റിക് ഡിവൈസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റിഫ്രെയിൻ. ഓക്കെ. ഈ പോയത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ കൂടിയാണിത്. ഓക്കെ. ദെൻ ഇൻ ലാസ്റ്റ് സ്റ്റാൻസ, ഹി ഷൗട്ട്സ്, പ്ലേ സ്യൂട്ടഡ് ഡെത്ത്സ് മ്യൂസിക്, ഡെത്ത് കംസ് ആസ് എ മാസ്റ്റർ ഫ്രം ജർമ്മനി, ഹി ഷൗട്ട്സ്, സ്ട്രോക്ക് ഡാർക്കർ ദി സ്ട്രിങ്സ്, and a smoke you shall climb to the sky. Then you will have a grave in the clouds. It is ample to lie there. Black milk of daybreak, we drink you at night, we drink you at noon. Death comes as a master from Germany. We drink you at nightfall and morning. We drink you and drink you. A master from Germany. Death comes with eyes that are blue. With a bullet of lead, he will hit in the mark. He will hit you. A man in the house, your golden hair Margaret. He hunts us down with his dogs. In the sky, he gives us a grave. He plays with the serpents and dreams. Death comes as a master from Germany. Your golden hair Margaret, your ashen hair Shulamith. He shouts, play suited death's music. ജർമ്മൻ മാസ്റ്റർ ജൂതന്മാരോട് പറയുകയാണ്. എന്താ പറയുന്നത്? സ്യൂട്ടഡ് ഡെത്ത് മ്യൂസിക് ആലപിക്കാൻ വേണ്ടിയിട്ട്, മാധുര്യമാർന്ന മരണഗാനം ആലപിക്കാൻ. ഒരിക്കലും മരണഗാനം മാധുര്യമാവുന്നില്ല അല്ലേ? ഒരിക്കലും ഡെത്ത് മ്യൂസിക് സ്യൂട്ട് ആവുന്നില്ല. ഇത് ഒരു പോയറ്റിക് ഡിവൈസ് ആണ്. രണ്ട് കോൺട്രാസ്റ്റിംഗ് മീനിങ്ങുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട്. ഇത് ഏത് ഡിവൈസാണ്? അതിന് നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? ഓക്സിമറോൺ. ഓക്സിമറോൺ. ഓക്കെ. സ്യൂട്ടഡ് ഡെത്ത് മ്യൂസിക്, ഒരിക്കലും മരണം മാധുര്യമാവുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പറയും സ്യൂട്ട് പെയിൻ, മാധുര്യമാർന്ന വേദന, മധുരമുള്ള വേദന. അതൊക്കെ എന്താണ്? രണ്ട് കോൺട്രാസ്റ്റിംഗ് വേർഡ് മീനിങ്ങുകൾ തമ്മിൽ കൂട്ടിച്ചേരുകയാണ്. അപ്പോൾ ഈ ഡിവൈസിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഓക്സിമറോൺ. ഓക്കെ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. ദെൻ ഡെത്ത് കംസ് ആസ് എ മാസ്റ്റർ ഫ്രം ജർമ്മനി. ജർമ്മനിയിൽ നാസി ലേബർ ക്യാമ്പിൽ മരണം എങ്ങനെയാണ് കടന്നെത്തുന്നത്? ഓരോ ജൂതന്മാരുടെ അടുത്തേക്കും മരണം കടന്നെത്തുന്നത് ജർമ്മൻ മാസ്റ്ററിലൂടെയാണ്. He shouts, stroke darker the strings, and a smoke you shall climb to the sky. പിന്നീട് ജർമ്മൻ മാസ്റ്റർ എന്താ പറയുന്നത്? ആ വീണ കമ്പികളുടെ സംഗീതം കുറച്ചുകൂടി കൂട്ടാൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? സ്മോക്ക് യു ഷാൽ ക്ലൈംബ് ടു ദി സ്കൈ. നിങ്ങൾ പുക പോലെ ആകാശത്തിലേക്ക് പാറിപ്പറക്കുമെന്ന്. ഇതെന്തിനെയാണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ, നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഹിറ്റ്ലർ ഒരുപാട് ജൂതന്മാരെ, ദശലക്ഷക്കണക്കിന് ജൂതന്മാരെ തീയിലിട്ട് എരിച്ചു കൊന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ പുകയൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ആകാശത്തിലോട്ട്.
അങ്ങനെ ആക്കി കളയുമെന്ന് ഭീഷണിപ്പെടുത്താണ് ആര്? ജർമ്മൻ മാസ്റ്റർ. അതാണ് ഇവിടെ പറയുന്നത്. ജർമ്മനിയിലെ മരണം എങ്ങനെയാണ് കടന്നു വരുന്നത് ഓരോ ജൂതന്മാരുടെ അടുത്തേക്കും? ജർമ്മൻ മാസ്റ്ററിലൂടെയാണ് മരണം കടന്നു വരുന്നത്. ഓക്കെ, ദെൻ യു വിൽ ഹാവ് എ ഗ്രേവ് ഇൻ ദി ക്ലൗഡ്സ്, ഇറ്റ് ഈസ് ആംബിൾ ടു ലൈ ദർ. അപ്പോൾ ജൂതന്മാരെ ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിച്ച് ആ പുക മുകളിലേക്ക് ഉയരും. അപ്പോഴെന്താണ്? ആ പുക പിന്നീട് എവിടെയാണ് എത്തിച്ചേരുന്നത്? ക്ലൗഡ്സിൽ, മേഘങ്ങൾക്കിടയിൽ എത്തിച്ചേരും. അവിടെ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ, വിശ്രമിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് എന്നാണ് ഓരോ ജർമ്മൻ മാസ്റ്ററും പറയുന്നത്. ബ്ലാക്ക് മിൽക്ക് ഓഫ് ഡേ ബ്രേക്ക്, വി ഡ്രിങ്ക് യു അറ്റ് നൈറ്റ്, വി ഡ്രിങ്ക് യു അറ്റ് നൂൺ, ഡെത്ത് കംസ് ആസ് എ മാസ്റ്റർ ഫ്രം ജർമ്മനി. മരണം ജർമ്മനിയിൽ എങ്ങനെയാണ് വരുന്നത്? ജർമ്മൻ മാസ്റ്ററുടെ രൂപത്തിലാണ്. വി ഡ്രിങ്ക് യു അറ്റ് നൈറ്റ് ഫോൾ ആൻഡ് മോർണിംഗ്, വി ഡ്രിങ്ക് യു ആൻഡ് ഡ്രിങ്ക് യു. എല്ലാ സമയത്തും ജൂതന്മാർ കഴിക്കുന്നത് ബ്ലാക്ക് മിൽക്കാണ്. ബ്ലാക്ക് മിൽക്ക് ഹിയർ റെപ്രസെന്റ് ദി പ്ലൈറ്റ് ഓഫ് ജൂസ്. ജൂതന്മാരുടെ വേദനയാണ് ബ്ലാക്ക് മിൽക്ക് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എ മാസ്റ്റർ ഫ്രം ജർമ്മനി, ഡെത്ത് കംസ് വിത്ത് ഐസ് ദാറ്റ് ആർ ബ്ലൂ. ജർമ്മനിയിൽ മാസ്റ്ററിന്റെ രൂപത്തിലാണ് മരണം ജൂതന്മാരെ തേടിയെത്തുന്നത്. ഓരോ മാസ്റ്ററിന്റെ കണ്ണുകളും ഏത് കളറിലാണ് കാണപ്പെടുന്നത്? ബ്ലൂ കളറിലാണ്. വിത്ത് എ ബുള്ളറ്റ് ഓഫ് ലെഡ് ഹി വിൽ ഹിറ്റ് ഇൻ ദി മാർക്ക്, ഹി വിൽ ഹിറ്റ് യു. ജർമ്മൻ മാസ്റ്റേഴ്സ് ജൂതന്മാരെ കൊല്ലും എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കൊന്നിരിക്കും. അവരുടെ വെടിയുണ്ടകൾ ഒരിക്കലും സ്ഥാനം തെറ്റില്ല. അത് കറക്റ്റ് സ്ഥാനത്ത് പോയിട്ട് തന്നെ തറയ്ക്കുകയും ചെയ്യും. ജർമ്മൻ മാസ്റ്റേഴ്സ് ജൂതന്മാർക്കെതിരെ തോക്ക് ചൂണ്ടിയാൽ അത് കറക്റ്റ് സ്ഥാനത്ത് പോയിട്ട് തറയ്ക്കുകയും അവർ ഇല്ലാതാവുകയും ചെയ്യും. എ മാൻ ഇൻ ദി ഹൗസ്, യുവർ ഗോൾഡൻ ഹെയർ മാർഗരറ്റ്, ഹി ഹാൻഡ്സ് us down with his dogs in the sky, he gives us a grave. ഇനി ആകാശത്ത് നമുക്ക് ഗ്രേവ് ഒരുങ്ങിയാലും അവിടെയും വേട്ടയാടും ജർമ്മൻ മാസ്റ്റേഴ്സിന്റെ നായ്ക്കൾ, ഡോഗ്സ് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഹി പ്ലേസ് വിത്ത് എ സർപ്പന്റ് ആൻഡ് ഡ്രീംസ്, ഡെത്ത് കംസ് ആസ് എ മാസ്റ്റർ ഫ്രം ജർമ്മനി. എന്നിട്ട് ഓരോ ജർമ്മൻ മാസ്റ്റേഴ്സും സർപ്പൻസുമായിട്ട് കളിക്കും. അവര് സിന്ന്, സർപ്പന്റ് ഹിയർ മീൻസ് സിൻ, പാപങ്ങളുമായിട്ട് കളിക്കും. അവർ ചെയ്യുന്നത് മൊത്തം തെറ്റാണെന്ന് അവർക്കറിയാം. എങ്കിലും അവരെന്താണ്? സിന്നിലൂടെയാണ് സഞ്ചരിക്കുന്നത്, പാപങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇത്രയും ജൂതന്മാരെ കൊന്നു കളഞ്ഞാലും അവർക്ക് യാതൊരു തരത്തിലുള്ള കുറ്റബോധവും ഉണ്ടായിരിക്കില്ല. യുവർ ഗോൾഡൻ ഹെയർ മാർഗരറ്റ്, യുവർ ആഷൻ ഹെയർ ഷുലാമിത്. Golden hair, Margaret here represents German identity, and Shulamit, ashen hair Shulamit represent Jewish identity. ഓക്കെ, ഇതും പറഞ്ഞുകൊണ്ടാണ് ഈ പോയം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ, നാസി ലേബർ ക്യാമ്പിൽ ഉണ്ടായിട്ടുള്ള കഠിനമായിട്ടുള്ള അവസ്ഥകൾ, ട്രാജിക് കണ്ടീഷൻസ്, ട്രാജിക് ഇവൻറ്റ്സ് ആണ് ഈ പോയത്തിൽ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, പോൾ സെലൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയം കൂടിയാണിത്. അദ്ദേഹവും അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങൾ നമുക്ക് ഈ പോയത്തിൽ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയാണ് ഈ പോയം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോൾ സെലാൻ 18 മാസത്തോളം നാസി ലേബർ ക്യാമ്പിൽ തടവറയിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ആ എക്സ്പീരിയൻസും എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതോടുകൂടി ഈ പോയം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.